ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദ പറയാണ് ശ്രീനിവാസനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കണം എന്ന് പറയാണ്. അങ്ങനെ ഉപേക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ വിക്രം പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അനുസരിച്ചോളാം എന്ന് പറയാണ്. അതല്ലാതെ എൻ്റെ അനിയത്തിയുടെ ജീവിതം വെച്ചിട്ട് ഈ ഒരു കാര്യത്തിന് വില പേശാനായിട്ട് എൻ്റെ മുന്നിലേക്ക് വരരുതെന്ന് പറയുമ്പോൾ വിക്രം ഒരു ക്ലാസ് ഒക്കെ എടുത്ത് നിലത്തടിക്കുന്നുണ്ട്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, വേദ പറയുന്നുണ്ട്, ശരനെ വിളിച്ച് മനസ്സ് ശാന്തമാക്ക്, ആത്മനിയന്ത്രണം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് ദീപ്തിനെ കാണാനായിട്ട് ശ്രീജയും വിശ്വയും കൂടെ ബസ് സ്റ്റോപ്പിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ നന്ദിനി അല്ല, നമ്മുടെ ദീപ്തി ചോദിക്കുന്നുണ്ട്, എന്താ എവിടെയെങ്കിലും പോവുകയാണോന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, ഞങ്ങൾ വെറുതെ എങ്ങനെ ബസ് സ്റ്റോപ്പിലേക്കോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീജ പറയും, അല്ല ഞങ്ങൾ ദീപ്തിനെ കണ്ടൊരു കാര്യം എന്ന് പറയാം കേട്ടോ. അപ്പോൾ എവിടെയെങ്കിലും പോവുകയാണോ, ബസ് കാത്തുക്കണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, ബസ് കാത്തുക്കല്ല, ഒരാൾ ബൈക്കിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അയാളെ കാത്തു നിൽക്കുകയാണെന്ന് പറയും. അന്നേരം ശ്രീജ പറയാണ്, എനിക്കറിയാം ആരെയാണ് കാത്തു നിൽക്കുന്നത് പക്ഷേ അതിനെക്കുറിച്ച് പറയാനാണ് ഞങ്ങൾ വന്നത്. ഓ, ഇപ്പം കാര്യം മനസ്സിലായി, വേദേച്ച് പറഞ്ഞു വിട്ടതായിരിക്കുമല്ലോ നിങ്ങളെ. അയ്യോ അല്ല എന്ന് വിശ്വം പറയുകയാണേ, ഞങ്ങൾ ഇങ്ങോട്ട് കുട്ടിനെ കാണാൻ വന്ന കാര്യം വേദയ്ക്ക് അറിയൂല. ആ ശരി, ഞാൻ വിശ്വസിച്ചു എന്ന് പറയുകയാണേ. അപ്പോൾ ശ്രീജ പറയാണ്, മോൾക്ക് വരുണിനെക്കുറിച്ച് നന്നായിട്ട് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ദീപ്തി പറയാണ്, വരുൺ ആരാണെന്ന് എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, വിക്രചേട്ടനുമായിട്ടും വരുണുമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ടാണോ മോളിങ്ങനെയൊക്കെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. വരുൺ ഞാൻ വിവാഹം ചെയ്യാൻ പോകുന്ന ആളാണ്, അയാളെ കുറിച്ചിട്ട് എല്ലാം അറിഞ്ഞിരിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമല്ലേ, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം. പിന്നെ ഈ കാര്യത്തിൽ നിങ്ങളാരും ഇടപെടാൻ വരണ്ടെന്നൊക്കെ പറയുകയാണ്. അപ്പം മനക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. അപ്പോഴേക്കും വരുൺ വന്നിട്ട് ദീപ്തിനെയും കൊണ്ട് പോവുകയാണ്. അതിനുശേഷം വീട്ടിൽ ചെന്നിട്ട് വേദനയുടെ ഈ കാര്യം പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, വേണ്ടായിരുന്നു, നിങ്ങൾ എന്തിനാണ് അവളെ കാണാനായിട്ട് പോയത്, വെറുതെ നാണം കെടാനായിട്ട് നിങ്ങൾ അപമാനിക്കുന്ന രീതിയിൽ മാത്രമേ അവൾ സംസാരിക്കുള്ളൂ. അവളൊരു പ്രത്യേക തരം സ്വഭാവമാണ്, എടുത്തടിച്ച പോലെ സംസാരിക്കും, ആരോട് എന്താണ് സംസാരിക്കേണ്ടതെന്നൊന്നും അവൾക്കറിയില്ല എന്നൊക്കെ പറയണം. അപ്പോൾ വിഷയം പറയണം, ഞങ്ങളോട് അങ്ങനെയൊക്കെ പറഞ്ഞതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു വിഷമവും ഇല്ല, പക്ഷേ എന്നാലും ആ കുട്ടി ഇങ്ങനെ ഒരു ചതിയിൽ ചെന്ന് പെട്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞങ്ങൾക്ക് അത് വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട് വേദ എന്ന് പറയുകയാണെ. അന്നേരം വേദ പറയാണ്, എനിക്കറിയാം, പക്ഷേ അവൾ എന്തൊക്കെ പറഞ്ഞിട്ടും അത് അനുസരിക്കാനായിട്ടും അല്ലെങ്കിൽ വരുണിനെ ചതി മനസ്സിലാക്കാനായിട്ടുള്ള ശ്രമിക്കുന്നില്ല. വിക്രമിനോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് വരുൺ ഇത് ചെയ്യുന്നതെന്നുള്ളത് വിശ്വസിക്കാൻ അവൾ കൂട്ടാക്കുന്നില്ല. പിന്നെ എനിക്ക് അവളെ പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റില്ലല്ലോ, എനിക്കതിനുള്ള യോഗ്യതയില്ലല്ലോ എന്നാണ് അവൾ പറയുന്നത്. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ സ്വന്തം ഇഷ്ടത്തിന് ഒരാളെ കൂടെ പോകുന്നതല്ലേ, അതുകൊണ്ട് എനിക്ക് പറയാനും പറ്റില്ല. പിന്നെ ഇപ്പോൾ അവൾ ആരെ സ്നേഹിച്ചിരുന്നെങ്കിലും ഞാൻ അവൾക്ക് കൂട്ടു നിന്നേനെ, പക്ഷേ ഈ ഒരു കാര്യത്തിൽ എനിക്ക് അവൾക്ക് കൂട്ടു നിൽക്കാൻ പറ്റില്ല. മാത്രമല്ല, അന്ന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നപ്പോൾ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ വേദന എന്താണെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല, പക്ഷേ ഇന്ന് എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വേദ കരയാണ്. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, പോട്ടെ വേദ, ഇനിയിപ്പോൾ അത് ആലോചിച്ച് കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയുകയാണ്. അന്നേരം വിഷയം പറയുന്നുണ്ട്, വേദ ഇതിൽ എനിക്ക് ആ കുട്ടിയിൽ നിന്ന് സംസാരിച്ചതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കി, നമ്മൾക്കൊന്നും മനസ്സിലാകാത്ത എന്തോ ഒരു കാര്യം അവർക്ക് പിന്നിലുണ്ടെന്ന് എനിക്ക് തോന്നുകയാണ്. അങ്ങനെ ആ കുട്ടി അല്ലാതെ അറിഞ്ഞിട്ടും വരുണിനെ സ്നേഹിക്കാനായിട്ട് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ ഒരു മിസ്റ്ററി ഉണ്ടെന്ന് എനിക്കൊരു തോന്നലുണ്ട് എന്ന് പറയുകയാണ്. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളിൽ അവളോട് പറയുകയോ അല്ലെങ്കിൽ അവളെ പറഞ്ഞ് തിരുത്തുകയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതെന്താണ്, വരുണിലേക്ക് ആ പെൺകുട്ടിനെ അടുപ്പിച്ചത് എന്താണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. ചതിയാണെന്നുണ്ടെങ്കിലും ദീപ്തിക്കൊരു സ്നേഹം തോന്നണ്ടേ, അങ്ങനെ ഒരു സ്നേഹം തോന്നാനായിട്ടൊരു കാരണം വേണ്ടേ എന്നൊക്കെ വിശ്വം വേദനയോട് പറയാനായിട്ട്. അപ്പോൾ വേദയ്ക്ക് അത് മനസ്സിലാവാണ് വിശ്വം പറയുന്നതിൽ കാര്യമുണ്ടെന്നുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ ഒരു കാര്യം കണ്ടുപിടിക്കണം എന്ന് വിശ്വം പറയുകയാണ്. പിന്നെ കാണിക്കുന്നത് ദീപ്തിനെയും വരുണിനെയാണ് ബീച്ചിൽ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നടക്കുകയാണ്. അന്ന് വരുൺ പറഞ്ഞപ്പോൾ വീട്ടിലൊക്കെ അറിഞ്ഞ് പ്രശ്നമായി തുടങ്ങിയില്ലേ എന്ന് ചോദിക്കുകയാണ്. സംഘർഷങ്ങളൊക്കെ വന്നു തുടങ്ങിയില്ലേ, എന്ത് സംഘർഷം ഉണ്ടായാലും എനിക്കത് പ്രശ്നമില്ല എന്ന് ദീപ്തി പറയുകയാണേ. അപ്പോൾ എൻ്റെ ഭൂതകാലമായിരിക്കും അവരുടെ പ്രശ്നം എന്ന് പറയുകയാണേ. ആയിരിക്കും, പക്ഷേ എനിക്കതൊന്നും പ്രശ്നമില്ല. ഈ കടപ്പുറത്ത് വെച്ച് നമ്മൾ കണ്ട സായാഹ്നം, അന്നാണ് വരുൺ ജനിച്ചത്, അന്ന് മുതലുള്ള വരുണിനെ എനിക്ക് വേണ്ടു എന്നൊക്കെ പറയുകയാണേ. പക്ഷേ ഇവർ രണ്ടുപേരും ഇങ്ങനെ ബീച്ചിൽ ഓടിക്കളിക്കുന്നതൊക്കെ ചന്ദ്രശേഖരൻ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ദർശനെയും വേദനയാണ്. അപ്പോൾ ദർശൻ പറയുന്നുണ്ട്, ഞാൻ ആ ശ്രീധരനെ കണ്ടിരുന്നു, തേറാട്ട് ശ്രീധരനെ, അയാൾ എന്നോട് കേസിൻ്റെ കാര്യമൊക്കെ സംസാരിച്ചു. ശ്രീനിവാസനെതിരെയുള്ള ആൾ നല്ല സ്ട്രോങ് ആണ് കേട്ടോ. ഇലക്ഷന് കഴിഞ്ഞ തവണത്തെ ഇലക്ഷന് ശ്രീനിവാസൻ ഇറക്കിയ ഫണ്ടിൻ്റെ മുഴുവൻ സോഴ്സും അയാൾ തെളിയിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളതെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ വേദ പറയാണ്, ആരെങ്കിലുമൊക്കെ ഒരാൾ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കാനായിട്ട് വേണം, എങ്കിലും ഇതുപോലുള്ളവന്മാരൊക്കെ പിടിക്കപ്പെടുമെന്നൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ.
അങ്ങനെ വേദ പറയാണ്, ഇപ്പോൾ ഇന്നിവിടെ വെച്ച് കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ദർശനെ കാണാനായിട്ട് അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു എന്ന് പറയാൻ കേട്ടോ. എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. അത് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്, ഒരു അഡ്വൈസ് കിട്ടാനായിട്ടാണെന്ന് പറഞ്ഞിട്ടോ. എന്താ കാര്യം ചോദിക്കുകയാണ്. ഞാൻ നമ്മളെ വാസവൻ്റെ മകനില്ലേ വിക്രവുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയ അവന് ദീപ്തിയുമായിട്ട് ഇപ്പോൾ ഒരടുപ്പം. എന്ത് ദീപ്തിനായിട്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ ദർശൻ. ദീപ്തിയും അവനും തമ്മിൽ അടുപ്പത്തിലാണെന്ന് പറഞ്ഞു. എന്നിട്ട് വേദം ഒന്നും പറഞ്ഞില്ലേ എന്ന് പറയും. ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും അവൾ ചെവിക്കൊള്ളുന്നില്ല. സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയ ആളല്ലേ ഞാൻ. പിന്നെ എങ്ങനെയാണ് എൻ്റെ വാക്ക് അവൾ കൈക്കൊള്ള? അതെന്തായാലും അവൾ ചെയ്യുന്നില്ല എന്ന് പറയണേ. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? വീട്ടിലാരെങ്കിലും? ഇല്ല, ഇതുവരെ അറിഞ്ഞിട്ടില്ല, ആരോടും ഞാൻ പറഞ്ഞിട്ടുമില്ല എന്ന് പറയാം കേട്ടോ. വിക്രമിനറിയോ? വിക്രമിനറിയാം, വിക്രമാണ് എന്നോട് വരുണാണ് ആ പയ്യെന്ന് പറഞ്ഞതെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇനി വിക്രമിനെ ഉൾപ്പെടുത്തിയാൽ, പക്ഷേ വിക്രമിന് ഈ സമയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല ദർശൻ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇനി എന്നാൽ പിന്നെ വാസവൻ്റെ വീട്ടിൽ ചെന്നിട്ട് വേദ സംസാരിക്കും, എനിക്ക് തോന്നുന്നു അതാണ് നല്ലതെന്ന് പറയുമ്പോൾ ശരിയെന്ന് വേദയും പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അച്ഛമ്മ ഇങ്ങനെ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുകയാണ്. ശ്രീജിയും കമലാമ്മയും പാക്ക് ചെയ്യുന്നുണ്ട്. മാഷ് അതിൽ നിന്ന് വന്നിട്ട് ചൂട്ടോട് കൂടിയിട്ട് പറഞ്ഞ് എടുത്ത് കഴിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ചൂടുണ്ട് സുധാകര എന്നൊക്കെ അച്ഛമ്മയും പറയുന്നുണ്ട്. ശ്രീജയെ ഈ കൂട്ട് പഠിച്ചു വെച്ചോട്ടോ, അമ്മ പോയി കഴിഞ്ഞാലും ശ്രീജയ്ക്ക് തന്നെ ഇത് ചെയ്യാമല്ലോ എന്ന് പറയുകയാണ്. അച്ഛമ്മയിൽ നിന്ന് ആ കൂട്ട് പഠിച്ചു വെക്കണം, നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ അവർ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ കച്ചവടത്തിൻ്റെ. അപ്പോൾ അച്ഛമ്മ ചോദിക്കുന്നത് നന്ദിനി എവിടെ? നന്ദിനെ കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ നന്നാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് വരില്ല എന്തായാലും, ഇനി വൈകുന്നേരം വരെ ആ കുമ്പളങ്ങ വെച്ചിരുന്നോളൂ എന്നൊക്കെ പറയും. അപ്പോഴേക്കും വിഷയം വരികയാണ്. അപ്പോൾ വിഷയൻ്റെ കയ്യിൽ 2-3 കവർ കാണുമ്പോൾ മാഷ് ചോദിക്കുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇത് ശ്രീജ പറഞ്ഞ് മേടിപ്പിച്ചതാണെന്ന് പറയും. അച്ഛമ്മയ്ക്കും അച്ഛനും കമലാമ്മയ്ക്കും ഓരോ ജോഡി ഡ്രസ്സാണ്. അപ്പോൾ ഇതൊക്കെ എന്തിനാ മോളെ ഇപ്പോൾ വാങ്ങിച്ചെന്ന് അച്ഛൻ ചോദിക്കുകയാണ്. ഇപ്പോൾ ബിസിനസ് തുടങ്ങിയിട്ടേ ഉള്ളൂ, ബിസിനസ് തുടങ്ങിയ വഴിക്ക് ഇതൊക്കെ ചെയ്യുന്നത് ശരിയല്ല മോളെ എന്ന് പറയുകയാണ്. അല്ല അച്ഛാ, ഇതെൻ്റെ ഒരു ആഗ്രഹമാണ് അച്ഛാ, ആദ്യത്തെ കളക്ഷനിൽ നിന്ന് കിട്ടുന്ന ഇതിൽ നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒന്ന് വാങ്ങി തരണമെന്ന്. അതൊക്കെ നല്ല കാര്യം തന്നെയാണ് മോളെ, പക്ഷേ ഇപ്പോൾ വേണമെന്നാണ് അച്ഛൻ്റെ സംശയം എന്ന് പറയുന്നത് കേട്ടോ. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ബാക്കി വരുന്ന തുക കൊണ്ട് ചെയ്യാനുള്ളതല്ല എനിക്ക് ഈ കാര്യം, ഏറ്റവും ആദ്യത്തെ തുകയിൽ നിന്ന് ചെയ്യാനുള്ളതാണ് ഈ കാര്യം. ഇത്രയും നാൾ അച്ഛനല്ലേ എനിക്ക് ഡ്രസ്സ് എടുത്ത് തന്നിരുന്നത്, എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നതും. അപ്പോൾ ഇത് എനിക്ക് ആദ്യമേ ചെയ്യണമെന്ന് തോന്നി അച്ഛാന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് അത് നല്ല കാര്യമാണ് മോള് ചെയ്തത് നല്ല കാര്യം തന്നെയാണ്, അതിൻ്റെ പുണ്യം നിനക്ക് കിട്ടും എന്ന് പറയുകയാണ്. അപ്പോൾ വിഷയം പറഞ്ഞുകൊണ്ട് ഞാൻ 2-3 ജോഡി മോൾക്ക് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഈ വെള്ളിയാഴ്ച വൈകിട്ട് അവളെ പോയിട്ട് കൊണ്ടുവരാം, ഈ വീക്കെൻഡിൽ 2-3 ദിവസം അവളിവിടെ വന്ന് നിൽക്കട്ടെ അല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ശ്രീജിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. അപ്പോഴേക്കും അച്ഛമ്മ പറയും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2-3 ദിവസം കൂടി സ്കൂളിൽ ലീവ് എടുക്കാനായിട്ട് പറയണം, കാരണം നമുക്ക് എല്ലാ അമ്പലങ്ങളിലൊക്കെ പോയിട്ടൊന്ന് തൊഴുത് വരാം, എന്തായാലും വിക്രമലയ്ക്ക് പോകാനായിട്ട് മാലിട്ടിരിക്കുകയല്ലേ എന്ന് പറയാനേ. അപ്പം മാഷ് പറയാം അത് വേണം അമ്മേ, എന്തായാലും മനസ്സിലൊരു വിഷമമുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു യാത്രയോടുകൂടിയിട്ട് തീരുകയും ചെയ്യുമല്ലോ എന്നൊക്കെ പറയും. പിന്നെ കാണിക്കുന്നത് ചന്ദ്രശേഖരൻ ദേഷ്യത്തിൽ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ശ്രീകാന്താണ് സ്നേഹത്തിൽ ഓടി വന്നിട്ട് അച്ഛ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ. പറഞ്ഞാണ് നിൻ്റെ അച്ഛനുണ്ടോ അവിടെ നോക്കി. അച്ഛനുണ്ട്, ഞാൻ അച്ഛനെ വിളിക്കാം, അച്ഛൻ കയറിയിരിക്കുന്നു പറഞ്ഞിട്ടോ. അതിന് മുമ്പ് എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോകണം. എന്നെ നീ എന്താടാ എന്നോട് പറഞ്ഞത്, ആ പെണ്ണുമായിട്ട് വിവാഹത്തിന് മുമ്പാണ് നിനക്ക് ബന്ധമെന്നോ? എന്നോട് നീ നോടെ പറയാനായിട്ട് തുടങ്ങിയല്ലേ എന്ന് ചോദിക്കണം. എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? എടാ നാണം കെട്ടവനെ, വർഷ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് പ്രസവിക്കാൻ പോയ സമയത്തൊക്കെ നിനക്ക് അവളായിട്ട് അടുപ്പുണ്ടായിരുന്നില്ലടാന്ന് ചോദിക്കാണ് കേട്ടോ. അയ്യോ അച്ഛ അങ്ങനെയൊന്നുമില്ല, നോണ പറയില്ലടാ, ഞാൻ അവളെ പോയിരുന്നു കണ്ടു എന്നൊക്കെ പറയാൻ കേട്ടോ. അയ്യോ അച്ഛ അതങ്ങനെ പറ്റിപ്പോയാണ്, അവൾ വിളിച്ചിട്ട് ഞാനൊരു പ്രാവശ്യം പോയി അവളെ കണ്ടു എന്നുള്ളതാണ്, അല്ലാതെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ബന്ധമൊന്നുമില്ല അച്ഛ എന്നൊക്കെ പറയാൻ കേട്ടോ. നീ എന്നോട് വീണ്ടും കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൾ എന്നോട് പറഞ്ഞു നീ വൈകാരികമായ ഇടപെടലാണ് നടത്തിയത്, അവളെ ഭർത്താവിനും അവൾക്കൊരു പ്രശ്നം വന്ന സമയത്ത് വൈകാരികമായ ഒരു ഇടപെടൽ നടത്തിയിട്ടാണ് നീ അവളുടെ ജീവിതത്തിലേക്ക് വീണ്ടും ചെന്നത്, സോഷ്യൽ മീഡിയയിലൂടെ നീ അവളെ ഫോളോ ചെയ്തിട്ടാണ് നീ അവളുമായിട്ട് വീണ്ടും കോൺടാക്റ്റ് ആയതെന്നൊക്കെയാണല്ലോ അവൾ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അച്ഛാ സോഷ്യൽ മീഡിയയിൽ ഒരാളെ ഫോളോ ചെയ്യുന്നത് അത്ര തെറ്റൊന്നുമല്ല അച്ഛാ, പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ അവൾ വരുന്ന പോസ്റ്റിനെയൊക്കെ ലൈക്ക് ചെയ്യാറുണ്ട്, അതല്ലാതെ വേറൊരു ബന്ധവുമില്ല അച്ഛാ. നീ അപ്പോൾ അവളെ പിന്നീട് കണ്ടതോ അത് അവൾ നിർബന്ധിച്ച് വിളിച്ചിട്ടാണ് അച്ഛാ ഞങ്ങൾ തമ്മിൽ കണ്ടത്, ഇനി ഒരിക്കലും ഞങ്ങൾ തമ്മിൽ കാണില്ല എന്ന് അവിടെ വെച്ച് ഞാൻ അവളോട് പറയുകയും ചെയ്തു അച്ഛാ. ദൈവത്തോർത്ത് അച്ഛൻ എൻ്റെ ഷർട്ടിൽ നിന്ന് വിട്, അച്ഛൻ കണ്ടുകൊണ്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ചന്ദ്രശേഖരൻ പറയാണ് ഇതൊക്കെ നിൻ്റെ പച്ചക്കള്ളാണ്, നിനക്ക്
എനിക്കിപ്പോൾ അവളുമായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞില്ല അച്ഛ, എനിക്ക് അവളുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇപ്പം ഇല്ല അച്ഛ എന്ന് പറയാൻ കേട്ടോ. നീ കള്ളം പറഞ്ഞ് എന്നെ പറ്റിക്കാനായിട്ട് ശ്രമിക്കേണ്ട, നിൻ്റെ അച്ഛനോട് ഞാനിതൊക്കെ പറയട്ടെ, നീ അകത്തേക്ക് വാന്ന് പറയാം. അയ്യോ അച്ഛ, ചതിക്കല്ലേ അച്ഛ, അച്ഛൻ ഈ കാര്യം ഇവിടെ ആരും അറിയിക്കരുത്, ഞാനും അവളും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല അച്ഛ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്ത് ചന്ദ്രശേഖരൻ്റെ കാല് പിടിക്കുന്നത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോഴേക്കും നമ്മളെ ശങ്കരനാരായണൻ ഇറങ്ങി വരുന്നൊരു ഭാഗം കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ.